ഹായ്, നമുക്കൊന്നൊരു വോയിസാണ്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിൽ കറക്റ്റ് ചോദിക്കുന്നത് നാളെ റിസിഗ്നേഷനും റിസൈൻ ചെയ്ത് അടുത്തൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 വർഷം അയാൾ കറക്റ്റ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കമ്പനിയിൽ 4 വർഷം ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോഴുള്ള അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടണം ഒന്നത്. രണ്ടാമത്തത് അടുത്തൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യും വേണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളെ ലേബർ കോൺട്രാക്റ്റ് എപ്പോഴും നമ്മൾ വെരിഫൈ ചെയ്യുക. നമ്മളെ ലേബർ കോൺട്രാക്റ്റിൽ നമ്മൾ നോട്ടീസ് പീരീഡ് എത്രയാണെന്നുള്ളത്, അത് 1 month ആണോ 2 month ആണോ 3 month ആണോ, അതിനനുസരിച്ചാണോ നമ്മൾ അടുത്തൊരു കമ്പനിയിലേക്ക് ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് അവരോട് ഇൻഫോം ചെയ്യണം. എനിക്ക് ഈ 2 മാസം അവിടെ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് നല്ല രീതിയിൽ ഇറങ്ങി വരാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ അങ്ങോട്ട് സാലറി കൊടുക്കേണ്ടി വരും. ഏത് 1 month ആണ് അല്ലെങ്കിൽ 2 month ആണോ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് എന്താക്കണം, നമ്മൾ അവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് സാലറി ചെയ്തിട്ടാണോ നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, റെസിഗ്നേഷൻ ചെയ്യുമ്പോൾ നമ്മളെ കറക്റ്റ് നമ്മളെ ലേബർ കോൺട്രാക്റ്റ് പ്രകാരം നമ്മൾ റിസൈൻ ചെയ്യാം.